മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ രോഗനില ഇത്തിരി സങ്കീർണമാണ് എന്ന് വത്തിക്കാൻ പറയുന്നു. എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലാണ്. എന്നാൽ അദ്ദേഹം സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് നമുക്ക് ലഭിക്കുന്ന ലേറ്റസ്റ്റ് വിവരം? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില സങ്കീർണമാണെന്ന് വത്തിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സീരിയസ്നെസ് അതിനുണ്ടെന്നാണ് വത്തിക്കാൻ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നു. ഇതുവരെ അവർ പറഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല പലതവണ ഈ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുമായിട്ട് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് ചെറിയ കാലത്ത് അദ്ദേഹത്തിന് ന്യൂമോണിയ വന്ന് ഈ മറ്റേ ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തണുപ്പ് കാലത്ത് ഈ അണുബാധ ഉണ്ടാവുന്നത് തുടർച്ചയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് പോളി മൈക്രോബിയൽ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള അണുബാധ ഉണ്ടായിരിക്കുന്നു. അത് 2 ശ്വാസകോശത്തിലേക്കും ബാധിച്ചിരിക്കുന്നു. വളരെ കോംപ്ലിക്കേറ്റഡ് എന്ന വാക്കാണ് പറഞ്ഞത്. സങ്കീർണമായ അവസ്ഥ എന്ന് ആശുപത്രിയും വത്തിക്കാനും പറഞ്ഞു എന്നുള്ളത് ഇതാണ്. ഇത് മാത്രമല്ല, മാർപ്പാപ്പയെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്ന റിപ്പോർട്ടുകൾ ഈ പ്രാവശ്യത്തെ രോഗത്തെ ഞാൻ അതിജീവിക്കില്ല, അതുകൊണ്ട് അടുത്ത നീക്കങ്ങളൊക്കെ നടത്തിക്കൊള്ളൂ എന്ന രീതിയിൽ മാർപ്പാപ്പ പറഞ്ഞതായ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര പെയിൻഫുള്ളാണ്. അതുപോലെ തന്നെ ഇതിന് തനിക്ക് ഭയങ്കരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ശ്വാസ തടസ്സമുണ്ട്. അതുകൊണ്ട് അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങളിലേക്ക് പൊയ്ക്കൊള്ളൂ എന്നുള്ള രീതിയിൽ നിർദ്ദേശം കൊടുത്തു എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡീൻ ഓഫ് കാർഡിനൽസ്, കാർഡിനൽ സംഘത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ജിയോവനി ബാറ്റിസ്റ്റ, അദ്ദേഹം മാർപ്പാപ്പയുടെ അതേ രീതിയിൽ പ്രോഗ്രസീവായിട്ടുള്ള ലിബറൽ തിങ്കിങ്ങിൻ്റെ ആളാണ്. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞെങ്കിലും കാലാവധി അവസാനിച്ചെങ്കിലും അദ്ദേഹത്തോട് കൂടുതൽ നാൾ തുടരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവിറക്കി. പിന്നെ സഭയ്ക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനുള്ള ചാർട്ടുകളിലൊക്കെ പെട്ടെന്ന് ഒപ്പിട്ട് നൽകുന്നു. മാർപ്പാപ്പ സംസാരിക്കുന്നുണ്ട്, പുസ്തകം വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ബുധനാഴ്ചയിലത്തെ എല്ലാ പരിപാടികളും റദ്ദാക്കിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഡോക്ടർമാർ കർശന നിർദ്ദേശം നൽകി ഒരു തരത്തിലും സംസാരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിലക്ക്. ഇതുവരെ കേൾക്കാതിരുന്ന മാർപ്പാപ്പയ്ക്കും മനസ്സിലായി ഇത് തീവ്രമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ അണുബാധ കൂടിയാൽ മാർപ്പാപ്പയുടെ സ്ഥിതി കൂടുതൽ സങ്കീർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറും. SKന് അറിയാവുന്ന പോലെ 2000 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന റോമൻ കത്തോലിക്ക സഭയ്ക്ക് അതിൻ്റെ ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് അറിയപ്പെടുന്ന ക്രിസ്തു ശിഷ്യനായ വിശുദ്ധ പത്രോസാണ്. മറ്റ് സഭാസ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് കത്തോലിക്കരുടെ വിശ്വാസമാണ്. 266 മാർപ്പാപ്പമാരിൽ അവസാനത്തെ മാർപ്പാപ്പയാണ്, 266ാമത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ പകരം സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അടക്കം ഒരുപാട് പേരുടെ പേരുകൾ പുതിയ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. മനില, ഫിലിപ്പീൻസ് നടക്കം. എന്തായാലും പുതിയ സംഭവവാസങ്ങളിൽ ലോകമെമ്പാടും വലിയ ആശങ്കയുണ്ട്. ഗസയിലേക്ക് എപ്പോഴും വിളിക്കുകയും പാലസ്തീൻകാരായിട്ടും മുസ്ലിം സമുദായവുമായിട്ടും അതും മറ്റു സമുദായങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ വലിയ ബന്ധം പുലർത്തുന്ന മാർപ്പാപ്പയുടെ നില വഷളാവുന്നതിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഓക്കെ, താങ്ക് യു, വി. ജെയിംസ്.